ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുമ്പോഴാണെങ്കിലും ഞാൻ ഭയങ്കര ആക്റ്റീവായിട്ടുള്ള ഒരാളൊന്നുമല്ല, ഭയങ്കര സൈലൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടറായിരുന്നു. പക്ഷെ ഒരുപാട് കഷ്ടപ്പെടുന്ന ഒരാളായിരുന്നു. അപ്പോൾ കഷ്ടപ്പെടുമ്പോൾ വിചാരിക്കും നല്ല മാർക്കൊക്കെ ഉണ്ടാവുന്നു, അതുമില്ല. വളരെ ബിലോ ആവറേജ് ആയിട്ടുള്ളൊരു സ്റ്റുഡൻ്റ്. ഞാൻ 10ലൊക്കെ കുത്തിന്ന് പഠിക്കുകയായിരുന്നു. അപ്പോൾ വീട്ടുകാരൊക്കെ ഉറപ്പിച്ചു പിന്നെ 10 A+ എന്തായാലും ഉണ്ടാവും. ഫോണൊക്കെ വിളിച്ച് പറഞ്ഞു തുടങ്ങി. റിസൾട്ട് വന്നപ്പോൾ ഒരു A+, 2 B+, ഒരു 60-65% മാർക്കൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് മുതലേ ഹാർഡ് വർക്കിംഗ് പരിപാടികളുണ്ടായിരുന്നു. ഇന്നലെ സ്കൂളിൽ പഠിക്കുമ്പോൾ വലിയ നാടകത്തിലോ ആക്ടിങ്ങിലോ അങ്ങനെയും ഭയങ്കരമായിട്ടൊന്നും പെർഫോമൻസ് ഒന്നും ചെയ്തിട്ടില്ല. കുഞ്ഞു കുഞ്ഞു വേഷങ്ങളൊക്കെ ചെയ്തിരുന്നു. പിന്നെ അവസാനം ഞാൻ PG ഒക്കെ കഴിഞ്ഞാണ്. വലിയ കഥ ഞാൻ പറയുന്നില്ല. PG ഒക്കെ പഠിപ്പ് കഴിഞ്ഞ് എനിക്ക് നല്ല ജോലിയൊന്നും കിട്ടാണ്ടായപ്പോൾ ഡിപ്രഷൻ വന്നിട്ട് അഭിനയം പഠിക്കാൻ പോയതാണ്. ഒന്ന് മൈൻഡൊക്കെ ഒന്ന് സെറ്റാക്കാം. അങ്ങനെ ഒരു 3 day വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്ത് അപ്പോൾ കുറച്ചൊക്കെ കഴിവുണ്ടെന്ന് മനസ്സിലായി. പിന്നെ 2 മാസത്തെ ഒരു ആക്ടിങ് ക്യാമ്പൊക്കെ അതിന് ജോയിൻ ചെയ്തു. പിന്നെ അവിടെ നിന്ന് ഒരുപാട് ഷോർട്ട് ഫിലിംസ് ചെയ്തു. ടേൺ വന്നത് എങ്ങനെയായിരുന്നു? അതായത് ഇപ്പൊ ഈ എഞ്ചിനീയറിംഗ് അല്ലേ, അപ്പൊ അതിന്ന് ഈ ഫിലിം അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇതിലോട്ട് പോകാനോ വർക്ക്ഷോപ്പിന് പോകാനോ അല്ലെങ്കിൽ ആ ഒരു ആക്ടിങ് അതിനോട് ഒരു ഫാസിനേഷൻ ഉണ്ടായിരുന്നു? അത് സ്കൂളിൽ പഠിക്കുമ്പോൾ നാടകം കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. പക്ഷെ എനിക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം ഒരു ആഗ്രഹം തോന്നിയത് ഞാൻ പഠിപ്പ് കഴിഞ്ഞതിന് ശേഷം എനിക്കിന്ന് ട്രൈ ചെയ്യാം. അതും അഭിനയത്തിനോട് ഭയങ്കര അഗ്നിവേശം ഒന്നും പറയാനും പറ്റില്ല. എനിക്ക് ഇത്രയും 6 വർഷം പഠിച്ചിട്ടൊരു ഡിപ്രഷൻ വന്ന് ജോലിയൊന്നും നല്ലത് കിട്ടിയില്ല. കാരണം ഞാൻ ഒരാളെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഞാൻ കരിയർ മൊത്തം സ്റ്റാർട്ട് ചെയ്തത്. അച്ഛൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ട് ഉണ്ടായിരുന്നു, നല്ലോണം പഠിച്ചു കഴിഞ്ഞാൽ നല്ല ജോലിയൊക്കെ മേടിച്ചു തരാം, നീ എഞ്ചിനീയറിംഗ് പഠിക്കുക. ഇപ്പോൾ എഞ്ചിനീയറിംഗ് പഠിച്ചു പാസ്സായി, നീ PG എടുക്കടാ, എഞ്ചിനീയറിംഗ് ഒരുപാട് ആൾക്കാരുണ്ട്, PG എടുത്താൽ നന്നായിരിക്കും. PG എടുത്തു. അത് കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു കോഴ്സ് പറഞ്ഞു, QC എന്ന് പറഞ്ഞ കോഴ്സ്. അപ്പോൾ അതും കഴിഞ്ഞപ്പോൾ ഞാൻ എല്ലാ സർട്ടിഫിക്കറ്റായിട്ട് ആളെടുത്തേക്ക് പോയപ്പോടാ ഭയങ്കര പ്രശ്നമാടാ, നീ വേറെ ഏതെങ്കിലും ജോലി നോക്കാന്ന് പറഞ്ഞു. അപ്പോൾ ഒറ്റയടിക്ക് ഇത്രയും വർഷത്തെ ഒരു സംഭവം ഒറ്റയടിക്ക് തോന്നുന്നു പറഞ്ഞപ്പോൾ ഞാൻ ഭയങ്കര തകർന്നു പോയി, ഡിപ്രഷൻ വന്നു. അപ്പം ഞാൻ എൻ്റെ വിഷമങ്ങൾ കാര്യങ്ങളൊക്കെ എവിടെയും കൊണ്ട് തീർക്കണമെന്ന് ചോദിച്ചൊരു ആക്ടിങ്ങിന് ചുമ്മാ പോയതാണ്. അപ്പോൾ ഇത്രയും നാൾ കിടക്കുന്ന കുറേ ഇമോഷൻസൊക്കെ പ്രകടിപ്പിച്ചപ്പോൾ അവിടുത്തെ സാറ് പറഞ്ഞു, നിൻ്റെ മനസ്സിൽ നടനുണ്ടാ, നീ കരയുന്നുണ്ടല്ല, നീ ചിരിക്കുന്നുണ്ടല്ലോ, ഇത് കുറേ നാളായിട്ട് പെൻഡിങ്ങിൽ വെച്ചിരിക്കുന്ന സാധനങ്ങളായിരുന്നു. അത് ആക്ട് ലാബിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയപ്പോൾ പ്രകടിപ്പിച്ചപ്പോൾ കുറച്ച് കഴിവുണ്ട് എന്ന് റിയലൈസ് ചെയ്തു. അവിടെ നിന്നുള്ള അതായിരുന്നു ഒരു ഫസ്റ്റ് തുടക്കം. പിന്നെ അങ്ങനെ ഒരുപാട് ഷോർട്ട് ഫിലിംസും ജൂനിയർ ആർട്ടിസ്റ്റ് ഒരു പടത്തിലൊക്കെ കുറേ അഭിനയിച്ച്. പിന്നെ ലാസ്റ്റ് മൊമെൻറ്റിൽ എനിക്കിത് തോന്നി ഇത് പ്രശ്നമാണ്. കാരണം അൾട്ടിമേറ്റ് എയിം ഫാമിലിയിൽ നല്ല രീതിയിൽ നോക്കുക എന്നുള്ളൊരു ഒറ്റ ലക്ഷ്യം മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴും ഇത്രയും പഠിപ്പിച്ചിട്ട് അച്ഛൻ വീണ്ടും അഭിനയം പഠിപ്പിക്കാൻ അച്ഛൻ തന്നെയാണ് പൈസ തന്നിട്ടുള്ളത്. ഞാൻ വളരെ നോർമലായിട്ടുള്ളൊരു ഫാമിലിയാണ്. അന്ന് അച്ഛൻ അതൊന്നും പറ്റില്ല, നീ വേറെ എന്തെങ്കിലും ജോലിക്ക് കയറി പറ്റുമെന്ന് പറഞ്ഞ് ഒരിക്കലും ഞാൻ അവിടെ ഇരിക്കില്ല. പക്ഷെ അച്ഛൻ അതിന് വേണ്ടി സപ്പോർട്ട് ചെയ്തു. പിന്നെ ഒരു പോയിന്റ് എത്തിയപ്പോൾ എനിക്ക് ഓസ്ട്രേലിയക്ക് ഒരു വിസ വന്നു. അപ്പം ഞാൻ അവിടേക്ക് പോകാമെന്നുള്ള തീരുമാനം എടുത്തു. അപ്പോഴാണ് തട്ടിമുട്ടിയുടെ കാസ്റ്റിംഗ് കോഡ് വരുന്നു, ഞാൻ അയച്ചു കൊടുക്കുന്നു. അങ്ങനെ ഓഡീഷൻ വഴി ഫസ്റ്റ് മഴവിൽ മനോരമ ചാനലിൽ തട്ടിമുട്ടിയാണ് എൻ്റെ ആദ്യത്തെ അഭിനയ കളരി. അവിടെ നിന്നാണ് കരിയറിലെ ഒരു തുടക്കം. വലിയൊരു ജേണിയാണ്, ഞാൻ അത് വളരെ ഷോർട്ടാക്കി പറഞ്ഞു മാത്രം. അങ്ങനെയാണ് ഇതിലേക്ക് വരുന്നത്. തട്ടിമുട്ടിയിലെ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു ഫസ്റ്റായിട്ട് ഒരു സ്ക്രീനിൽ ആക്ട് ചെയ്യാൻ പോകുമ്പോൾ? ഞാൻ തട്ടിമുട്ടിയും എന്നെ സംബന്ധിച്ചോളം ഭയങ്കര വലിയ പ്ലാറ്റ്ഫോമാണ്. കാരണം മലയാള സിനിമയിലെ ഏറ്റവും ലെജൻഡറി ആയിട്ടുള്ള ആക്ടേഴ്സിൻ്റെ കൂടെയാണ് ഞാൻ പെർഫോമൻസ് ചെയ്ത്. KPC ലളിതാമ്മ, മഞ്ജു പിള്ള, ജയൻ ചേട്ടൻ, നസീർ സംക്രാന്തി. ഈ സിറ്റ്കോം എന്ന് പറയുമ്പോൾ സിനിമയെക്കാട്ടും കുറച്ചുകൂടി പാടായിട്ട് എനിക്ക് തോന്നി. കാരണം സ്ക്രിപ്റ്റ് ഒന്നുമില്ല, നമ്മളിങ്ങനെ ഇരിക്കുന്ന രീതിയിൽ ജസ്റ്റ് ഇങ്ങനെ ഡയലോഗുകളൊക്കെ പറയും, കഴിവുള്ളം കയറി സ്കോർ ചെയ്യും, അല്ലാത്തതും മിണ്ടാണ്ടിരിക്കും. പിന്നെ സ്പോട്ടിലാണ് ഡയലോഗൊക്കെ, സിങ് സൗണ്ടാണ്. അപ്പോൾ ഭയങ്കര അക്ഷരസ്ഫുടതയും കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ ഈ ആദ്യമൊക്കെ ഒരുപാട് ചീത്തയും വഴക്കും നല്ലോണം കേട്ടിട്ടുണ്ട്. ഡയറക്ടറൊക്കെ ചെരുപ്പൊക്കെ എടുത്ത് എറിയും, ഇത് ഇവിടെ നിന്നാണ് ഇവനൊക്കെ കിട്ടിയത്. അപ്പോൾ ഡയറക്ടറാണ് എന്നെ കാസ്റ്റ് ചെയ്തത്. അപ്പോൾ ഡയറക്ടർക്കാണെങ്കിൽ പറഞ്ഞു വിടാൻ പറ്റില്ലല്ലോ, ഡയറക്ടറാണ് കാസ്റ്റ് ചെയ്തത്. അപ്പോൾ ലളിതാമ്മേനൊക്കെ ഒരുപാട് ഞാൻ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ സീൻ വരുമ്പോൾ എല്ലാവർക്കും ഭയങ്കര പേടിയാണ്. അയ്യോ സാഗറിൻ്റെ സീൻ്റെ സമയം കുറേ നേരം ഒഴുകില്ല. അപ്പോൾ അവിടെ നിന്നൊക്കെ ഷൂട്ടൊക്കെ ഡ്രൈവർ ചേട്ടന്മാരൊക്കെ വിളിക്കും, ആ സാഗറെ എന്ന് വേഗം തീർക്കും, നമുക്ക് പോകണ്ടേ എന്നൊക്കെ ഇങ്ങനെ പറയായിരുന്നു. പക്ഷെ എന്നെ ഭയങ്കരമായിട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്തിരുന്നു. ഏകദേശം 1 വർഷത്തോളം ഞാൻ കഴിയുമ്പോഴേക്കും എനിക്ക് സിനിമ വന്നു. സത്യം പറഞ്ഞാൽ മനോരമ ചാനലൊക്കെ ഭയങ്കര പ്രഷർ ഉണ്ടായിരുന്നു. സാഗർ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ശരിയാവില്ലല്ലോ. ഈ പ്രഷർ ഓഫ് കോഴ്സ് ഡയറക്ടർ ഉണ്ടായിരുന്നു, എൻ്റെ അടുത്തൊന്ന് പറയും, ഞാൻ പല ചീത്തകളും പറയും. പക്ഷേ
നീ കട്ടയ്ക്ക് നിന്നോളണം. പിന്നൊരു ഡേറ്റ് വെച്ചിരുന്നു. ഈ ഡേറ്റിനുള്ളിൽ സാഗറിൻ്റെ ഒരു പെർഫോമൻസ് ഭയങ്കര റീച്ച് ആയില്ലെങ്കിൽ നമുക്ക് ഇവനെ ഒഴിവാക്കാം, അല്ലെങ്കിൽ ഇവനെ അമേരിക്കയ്ക്ക് വിടാം. അങ്ങനെയാണല്ലോ ഈ പരിപാടി വന്നാലും ഇവനെ അമേരിക്കയ്ക്ക് വിടാം, നമുക്ക് വേറെ ആളെ കാസ്റ്റ് ചെയ്യാന്നുള്ളത് ഒരു പരിപാടിയൊക്കെ ആയിരുന്നു. പക്ഷെ എന്തൊരു ഭാഗ്യം കൊണ്ട് ഒരു എപ്പിസോഡ് ഭയങ്കരമായിട്ട് കയറി കൊളുത്തി, അങ്ങനെ റീച്ചായി. അങ്ങനെ ഞാനൊന്ന് പിടിച്ച് നിന്ന്. പക്ഷെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റിയിട്ടുണ്ട്, ഇഷ്ടം പോലെ. ഇപ്പം ഇംപ്രവൈസേഷൻ പരിപാടികളാണെങ്കിലും സിനിമയിലൊക്കെ നമുക്ക് അത്രയും ഫ്രീഡം ചിലപ്പോൾ ഉണ്ടാകുന്നില്ല. അത് എൻ്റെ ഒരു വീട് പോലെയായിരുന്നു. നമുക്ക് എന്ത് രീതിയിൽ നമുക്ക് ഇംപ്രവൈസ് ചെയ്ത് വരാം. അങ്ങനെ ഇഷ്ടംപോലെ സീൻസ് എനിക്ക് ലളിതാമ്മയുടെ കൂടെ അഭിനയിക്കാൻ പറ്റി, മഞ്ജു ചേച്ചിയുടെ കൂടെ ആണെങ്കിലും. ഞാൻ അഭിനയം പഠിച്ചത് മൊത്തം അവിടെ നിന്നാണ് എനിക്ക് ആദ്യ സിനിമ ഒക്കെ സംഭവിക്കുന്നത് തന്നെ. ആ പോയിന്റിൽ എപ്പോഴും തോന്നുന്നു ഇത് എനിക്ക് പറ്റുന്ന പണിയല്ല. ഇഷ്ടം പോലെ. പിന്നെ ഞാൻ എൻ്റെ കോളേജിൽ മൊത്തം എനിക്ക് പറ്റില്ല എന്നുള്ള ഒരുപാട് കേട്ടിട്ടുള്ള ഒരാളാണ്. പഠിക്കുന്ന സമയങ്ങളാണെങ്കിലും ഞാൻ ഇപ്പോൾ എഞ്ചിനീയറിങ്ങിലൊക്കെ എനിക്ക് വലിയ മാർക്കൊന്നും ഉണ്ടാകുന്നില്ല. പ്ലസ് 2 കഴിയുമ്പോഴൊക്കെ ജസ്റ്റ് പാസ്സാണ്. അപ്പം നല്ല മാർക്കൊന്നും ഇല്ലാത്ത കാരണം നാട്ടിലൊന്നും സീറ്റ് കിട്ടിയില്ല. അങ്ങനെയാണ് ഞാൻ കോയമ്പത്തൂർ പോയി ഞാൻ ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട്, എൻ്റെ പ്ലസ് 2 പഠിച്ചൊരു ഫ്രണ്ട് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ 2 മാസം ഓടി അവിടെ ക്ലാസ് സ്റ്റാർട്ടായി. എന്നിട്ടാണ് ഞാൻ അവിടെ ജോയിൻ ചെയ്യുന്നത് തന്നെ. അപ്പോൾ ഫസ്റ്റ് സെം റിസൾട്ട് വന്നു, 5 സബ്ജക്റ്റ് ഫെയിലായി. അപ്പോൾ പുതിയ കോളേജാണ്. അപ്പോൾ അവിടെ ഒരു സിസ്റ്റം ഉണ്ട്. നമ്മൾ ഏറ്റവും കുറഞ്ഞ മാർക്ക് നമ്മുടെ അവിടെ നോട്ടീസ് ബോർഡിൽ പേരിടും. അപ്പോൾ എൻ്റെ പേരാണ് കോളേജിൽ മൊത്തം ലാസ്റ്റ്. അപ്പോൾ എല്ലാവർക്കും ഞാനൊരു പ്രതീക്ഷയായിരുന്നു, സാഗർ നോക്കി 5 സബ്ജക്റ്റ് തോറ്റു. അപ്പോൾ ഒരു സബ്ജക്റ്റ് ഉള്ളവനൊക്കെ വിഷമമുള്ള എന്നെയാണ് ഒരു എക്സാമ്പിളായിട്ട് കാണുന്നത്. നമുക്ക് 5 സബ്ജക്റ്റ് തോറ്റ് അവൻ കൂളായിട്ട് ഇരിക്കുന്നില്ലേ. അപ്പോൾ തമിഴ്മാരൊക്കെ പറയും നീതാ മച്ചാൻ ഉയര്. ഞാൻ പറഞ്ഞു പോടാ, നീതാ മച്ചാൻ ഉയര്. അപ്പോൾ 3rd ഇയറൊക്കെ ആകുമ്പോൾ എനിക്ക് 10-35 സപ്ലൈ ഒക്കെ ചെയ്യും. അപ്പോൾ ടീച്ചേഴ്സ് എൻ്റെ അടുത്ത് പറഞ്ഞു, മോനെ ഇത് സമയം കളയേണ്ട കാര്യമില്ല, ഇത് നിർത്തിപ്പൊക്കോ. അപ്പോൾ സ്റ്റുഡൻസും എല്ലാവർക്കും ഭയങ്കര കൂടി. പക്ഷേ ഞാൻ കഷ്ടപ്പെടുമായിരുന്നു, ഭയങ്കരമായിട്ട് ട്രൈ ചെയ്തു. എനിക്ക് പെട്ടെന്ന് ഭയങ്കര ഐക്യമുള്ള ഒരാളൊന്നും ആയിരുന്നില്ല. ഞാൻ അച്ഛനെ വിളിച്ച് പറഞ്ഞു, അച്ഛൻ്റെ പൈസ പോകുന്നതുകൊണ്ട് എനിക്കിത് പറ്റുന്ന പരിപാടിയില്ല, ഞാൻ നിർത്താം. അപ്പം അച്ഛൻ പറഞ്ഞു കുഴപ്പമില്ല, നീ കോഴ്സ് കംപ്ലീറ്റ് ചെയ്താൽ മതി, വേറൊരു പ്രശ്നമില്ല. അപ്പോൾ അടിപൊളിയല്ലേ. അപ്പം അതിനിപ്പോൾ ഒരു പ്രഷറും എനിക്ക് കാര്യങ്ങളൊന്നും തന്നില്ല. അങ്ങനെ ഞാൻ ഓരോ ചെറിയ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ഇങ്ങനെ ചോദിച്ചിങ്ങനെ മനസ്സിലാക്കി. പെട്ടെന്ന് ഗ്രൂപ്പിൻ്റെ ഇടയിലേക്ക് എനിക്ക് പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് കിട്ടില്ല. എനിക്കൊരു നല്ലൊരു ഫ്രണ്ട് ഉണ്ടെങ്കിൽ അടുത്തെന്ന് പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് ക്യാച്ച് ആവുള്ളൂ. ചില ഫ്രണ്ട്സൊക്കെ പറഞ്ഞു തരുമെങ്കിലും അവരുടെ റെക്കോർഡൊക്കെ ഞാൻ വരച്ച് കൊടുക്കേണ്ടി വരും. പക്ഷേ എനിക്ക് അവസാന നിമിഷത്തിലൊക്കെ ആകുമ്പോൾ നല്ലൊരു ഫ്രണ്ടിന് കിട്ടി. അങ്ങനെ ഒരു 3rd ഇയറൊക്കെ ആകുമ്പോൾ ഞാൻ ഒറ്റയടിക്ക് എല്ലാ പേപ്പറും ഞാൻ ക്ലിയറാക്കി. അപ്പോൾ പിന്നെ വരുന്ന പിള്ളേരോടൊക്കെ പറയുന്നത് സാഗർ എന്ന് പറഞ്ഞൊരു പയ്യനുണ്ടായിരുന്നു, അവനാണ് ഞാൻ നിർത്തി പറയാൻ പോയതാ. അപ്പം അങ്ങനെ എനിക്ക് എന്ത് പറ്റില്ല എന്ന് പറഞ്ഞോ അവിടെ ഞാൻ നേടിയിട്ടുള്ളൂ. പറഞ്ഞു വന്ന അഭിനയത്തിൻ്റെ കാര്യമാണെങ്കിലും അങ്ങനെ തന്നെയായിരുന്നു. ഞാൻ ഫസ്റ്റ് തട്ടിമുട്ടിയിൽ പറ്റില്ല എന്ന് പറഞ്ഞിട്ടില്ല. ലളിതാമ്മയാണെങ്കിലും മഞ്ജു ചേച്ചി ആണെങ്കിലും ഒക്കെ ഞാൻ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് അവരായിട്ട്. സാഗർ എനിക്ക് പറ്റുന്ന പരിപാടിയല്ല. അവിടുത്തെ അസോസിയേറ്റീവ് ആണെങ്കിലും അവർക്ക് തുടക്കത്തിൽ ഇങ്ങനെ പെർഫോമൻസ് ചെയ്തിട്ട് കരിയർ ഉണ്ടാവണമല്ലോ. ഞാൻ ഇത്രയും പഠിച്ചിട്ടുണ്ട്. ഞാനിങ്ങനെ ആക്ടിങ്ങിൻ്റെ ഫീൽഡിലേക്ക് വരുമ്പോൾ അവർക്കും ഭയങ്കര ടെൻഷനും ഉണ്ടായിരുന്നു. പക്ഷേ പോകെ ഞാൻ തന്നെ അത് ഇമ്പ്രൂവ് ചെയ്ത് മെച്ചപ്പെട്ട് അവിടുന്ന് ആദ്യ സിനിമ സംഭവിച്ചു. ഇന്ന് എൻ്റെ കരിയറിൽ ഏറ്റവും സന്തോഷിക്കുന്നത് മനോരമ ചാനലും മനോജേട്ടൻ എന്ന് പറഞ്ഞ ഡയറക്ടറാണ് എനിക്ക് ഇതിലേക്കൊരു അവസരം തന്നത്. ഫസ്റ്റ് ഫിലിമിലോട്ട് കയറുമ്പോഴത്തേക്ക് ഓഡിഷൻസ് ഉണ്ടായിരുന്നു. കുരുതിയിൽ വരുമ്പോഴത്തേക്ക് അവൻ്റെ ഫസ്റ്റ് പടം എന്ന് പറയുന്നത് ഉപചാരപൂർവ്വം ഗുണ്ടാഞ്ചി എന്ന് പറയുന്നത് ഷൂട്ടിംഗ് ആദ്യം അതായിരുന്നു ആദ്യ സിനിമ സംഭവിച്ചത്. അത് അരുൺ വൈകിയാണ് ഡയറക്ടർ. ദുൽഖറായിരുന്നു എൻ്റെ പ്രൊഡ്യൂസർ. ഓഡീഷൻ ഉണ്ടായിരുന്നു, ഓഫ് കോഴ്സ് അതിന് ഓഡീഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ഈ കോള് ലൊക്കേഷനിലേക്കാണ് വെളി വരുന്നത്. അപ്പോൾ ഡയറക്ടർക്ക് സംശയം, ഇവനാണോ ആൾ മാറിയതൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ അത് ഓർക്കുകയാണ്. ആദ്യ സിനിമയ്ക്ക് ഓഡീഷൻ ഉണ്ടായിരുന്നു. അന്ന് ആ പടം ഓൾമോസ്റ്റ് ഷൂട്ട് കഴിഞ്ഞിരിക്കുന്ന സമയത്താണ് കൊറോണയും കാര്യങ്ങളൊക്കെ അന്ന് വന്നപ്പോൾ ആ പടം ഇങ്ങനെ പെൻഡിങ്ങിൽ ഇങ്ങനെ നിൽക്കുകയായിരുന്നു, ഇറങ്ങാൻ പറ്റാനായിട്ട്. അങ്ങനെ ആ സിനിമ മിനി തിയേറ്ററിൽ പൃഥ്വിരാജിൻ്റെ മാനേജർ ഹാരിസ് ദേശം കണ്ടിട്ടാണ് ഈ പയ്യൻ കൊള്ളാം, നമുക്ക് കുരുതിയിലേക്ക് ഇവനെ കാസ്റ്റ് ചെയ്യാം. അങ്ങനെ ഓഡീഷൻ ചെയ്തിട്ടാണ് രാജുചേട്ടൻ കുരുതിയിലേക്ക് എന്നെ സെലക്ട് ചെയ്യുന്നത്. അങ്ങനെയാണ് കുരുതി എന്ന് പറയുന്ന സിനിമ സംഭവിക്കുന്നത്. എൻ്റെ ആദ്യ സിനിമ ഇറങ്ങുന്നത് കുരുതിയാണ്. പക്ഷേ സിനിമ ആദ്യം അഭിനയിച്ചത് ഉപചാരപൂർവ്വം ഗുണ്ടാഞ്ചിയാണ്. അങ്ങനെയാണ് ആ സിനിമ സംഭവിക്കുന്നത്.